ശരി, ഷിബു മീരാൻ, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. അതിൽ പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല എന്നൊരു വാചകം കൂടി ശ്രീ എം പ്രകാശൻ പറഞ്ഞിരുന്നു. അത് രജിസ്റ്റർ ചെയ്ത് അതിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവത്തിലുള്ള വിഷയം ചർച്ച ചെയ്യുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി എന്ന് തന്നെയാണ് ഈ പരിപാടിയെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിപാടിയായി മാറുകയാണല്ലോ. അങ്ങനെ മാറില്ല സ്മൃതി. അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കണം, സർക്കാർ പരിപാടിയാവണം. അതിപ്പോ കിലയിലൊക്കെ ഇവർക്കുള്ള ട്രെയിനിങ്ങും ഒക്കെ സർക്കാരിന്റെ ഉത്തരവാണല്ലോ. അതിൽ 50,000 കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവല്ലേ. ഈ ഉത്തരവിലേക്ക് ഞാൻ വരാം. ഞാൻ പറയുന്നത് അപ്പോഴേ അത് അങ്ങനെയാവും. സർക്കാർ ഉത്തരവ് കൊടുത്തത് കൊണ്ടോ സർക്കാർ പഞ്ചായത്തുകളുടെ പണം ചെലവാക്കിയത് കൊണ്ടോ CPM-ന്റെ ഒരു പാർട്ടി പരിപാടി, ഒരു സ്വകാര്യ പരിപാടി, അത് സർക്കാർ പരിപാടി ആവില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒരു പാർട്ടി പരിപാടിക്ക് ഫണ്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ പിന്നെ പ്രകാശ് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ എന്താണ്, പഞ്ചായത്തുകളുടെ ഫണ്ട് അമ്മട്ടിൽ കൊടുക്കുക. ഇപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് അത് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അവരുടെ തനത് ഫണ്ട് ഈ രൂപത്തിൽ അങ്ങനെ ചെലവഴിക്കുക എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ അവകാശമില്ല. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരു സംശയം വേണ്ട. ഗൗരവതരമായ നിയമപ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇനി അടുത്ത പ്രശ്നം, ഈ ചർച്ച ചെയ്യപ്പെടുന്ന പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചായത്തുകൾ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അതെങ്ങനെ ശരിയാവുക? അങ്ങനെ പിന്നെ ഇവിടെ നിയമസഭയും ഇനി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഇത്തരത്തിലുള്ള പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ എങ്ങനെയാ? എന്നാൽ പിന്നെ AKG സെന്റർ എന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിച്ചാൽ പോരെ. അപ്പോൾ ഇത്തരം സെമിനാറുകൾക്കൊക്കെ വളരെ നാമമാത്ര പ്രസക്തമായ ഒരു പ്രാധാന്യമേ ഉള്ളൂ. അവിടെ കുറേ ചർച്ചകൾ നടക്കും, കുറേ അജണ്ടകൾ രൂപപ്പെടും. അല്ലാതെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന വാറോല ആ സിറ്റീസ് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? എന്തുറപ്പാണ് അവർക്കുള്ളത്? അടുത്ത ഈ പറയുന്ന പഞ്ചായത്തുകൾക്ക് അടുത്തവണ നിങ്ങളും ഭരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി പരിപാടിയെ ആ ക്യാൻവാസിൽ വരയ്ക്കാതെ വെറുതെ അനാവശ്യമായി സർക്കാർ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി അതിന് അമിതമായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കരുത്. പിന്നെ ത്രിതല പഞ്ചായത്തിൽ UDF-ന് ഒരു റോളും ഇല്ല, കോൺഗ്രസിന് ഒരു റോളും ഇല്ല, ലീഗ്, ഇതൊന്നും ചരിത്രത്തിൽ നിരക്കില്ലേ നിയമം വരുന്നത്? അത് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 95-ലല്ലേ? അന്ന് ഇവിടെ ഉള്ളത് UDF-ന്റെ ഗവൺമെന്റ് അല്ലേ? ദയവ് ചെയ്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം കേരളം നേടിയിട്ടുള്ള ഈ പുരോഗതി ദയവ് ചെയ്ത് CPM വെറുതെ അവനവന്റെ കണക്കിൽ ഇങ്ങനെ എഴുതി വെക്കരുത്. ഇപ്പൊ ഇവർ പറയുന്ന കേട്ടാത്തൊന്നും 2016 മെയ് മാസം ഒരു ദിവസം രാവിലെ AKG സെന്ററിന്റെ മുകളിൽ കയറിയെന്ന് പിണറായി വിജയൻ വടക്കോട്ടൊരു മഴ വീശി എറിഞ്ഞു. ആ മഴ കാസർഗോഡ് വീണപ്പോൾ അത് കേരളമായി. പിന്നീട് കാണുന്ന പൊതുവാരോഗ്യ രംഗം, പൊതുവിതരണ രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാഭ്യാസം, ഈ സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്തുകൾ, റോഡുകൾ, ഇതൊക്കെ പിണറായി സർക്കാർ, ഒന്നും രണ്ടും പിണറായി സർക്കാർ ഗർഭം ചുമന്ന് നൊന്തു വെച്ചാന്ന് നിങ്ങൾ പറയരുത്. ഈ പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിൻ്റെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ഇതിലൊക്കെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊന്നും 2016-ൽ തുടങ്ങിയതുമല്ല. ഇതൊന്നും ഓരോ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ സെമിനാറിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതല്ല. അതിനൊക്കെ മുൻപ് എത്രയോ പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ കേരളത്തിൽ നടന്ന സംവാദങ്ങൾ, ആ സംവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട അജണ്ടകൾ, ആ അജണ്ടകൾ ഇംപ്ലിമെന്റ് ചെയ്ത മാറി മാറി വന്ന ഗവൺമെന്റുകൾ, അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, എല്ലാവർക്കും സ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിൽ പഞ്ചായത്തുകളുടെ ഫണ്ട് തട്ടിയെടുക്കുന്ന പരിപാടിക്ക് നമ്മൾ ദയവ് ചെയ്ത് ഇമ്മട്ടിലുള്ള വലിയ നരേഷൻസ് ഒന്നും കൊടുക്കരുത്. എനിക്ക് അവസാനം പ്രകാശ് മാഷോട് ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ആ പഴയ ബക്കറ്റ് തപ്പിയെടുക്കുക, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വെറുതെ വിടുക. ഇനി ഇവിടുത്തെ BJP പ്രതിനിധി പറഞ്ഞ ഒരൊറ്റ കാര്യം ശരിയാണ്, ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ അതോടൊപ്പം BJP-ക്കെതിരെയും സംസാരിക്കും. കേരളത്തിൻ്റെ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി 50% LDF ആണെങ്കിൽ 50% നിങ്ങളാണ്. അത് പറയും. അതിനകത്ത് ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധി കൂടി ഉണ്ടെന്നാണെന്നറിയോ? ഈ കേരളത്തിലെ BJP-ക്കെതിരെ ഞങ്ങൾ പറയുന്ന ഒരു വാചകം കൃത്യമായി കേട്ടോളൂ. LDF-ന് രാഷ്ട്രീയമായി ഗുണം ചെയ്താൽ കൂടി LDF-നെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിമർശനം സംഘപരിവാറിന് കേരളത്തിൽ ഗുണകരമാവരുത്. ആ ജാഗ്രത ഇന്നലെ ഉണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. കാരണം ഞങ്ങൾ ഇവരെ വിമർശിക്കുന്നതിൻ്റെ മറപറ്റി നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാക്കാൻ സമ്മതിക്കൂല. നിങ്ങൾ രണ്ടു കൂട്ടരും ഇതിൻ്റെ തുല്യ ഉത്തരവാദികളാണ്. കേരളം ഇന്ന് അനുഭവിക്കുന്ന ഗതികേടുകൾക്ക് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും തുല്യ പങ്കാളിത്തമാണ്. Debate with Smriti Parithikar.